അപ്പോൾ നമ്മൾ പറയുന്നത് അപ്ലിക്കേഷൻ ഓഫ് IR സ്പെക്ട്രോസ്കോപ്പി ആണ്. അപ്പൊ മെയിൻ ആയിട്ട് IR സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പിനെ ഐഡന്റിഫൈ ചെയ്യുക. സ്ട്രക്ചറൽ ഇലൂസിഡേഷന് വേണ്ടിയിട്ടാണ്, ഒരു കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിക്കുന്നത്. അതിന് സ്പെസിഫിക്കലി IR സ്പെക്ട്രോസ്കോപ്പിന്റെ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഐഡന്റിഫൈ ചെയ്യാനാണ്. നമുക്ക് ഓർഗാനിക് മോളിക്യൂൾ നോക്കുന്ന സമയത്ത് ഒരുപാട് ഫങ്ഷണൽ ഗ്രൂപ്പ് നമുക്ക് OH, NH, C, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്, കാർബണിൽ ഫങ്ഷൻ ഗ്രൂപ്പ്, കാർബൺ ഹാലജൻ ബോണ്ട്, കാർബൺ ഓക്സിജൻ സിംഗിൾ ബോണ്ട്, ഇങ്ങനെ ഒരുപടി ഫങ്ഷണൽ ഗ്രൂപ്പുകളുണ്ട്. അപ്പൊ ഈ ഫങ്ഷണൽ ഗ്രൂപ്പുകളൊക്കെ എന്തിന്റെ ബേസിസിലാണ് നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്യുന്നത്? നോക്കൂ, നമുക്കൊരു ബേസിക് ഇക്വേഷൻ ഉണ്ട്. അതായത് വൈബ്രേഷണൽ ഫ്രീക്വൻസി, ഒരു ബോണ്ട് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഫ്രീക്വൻസി, ദാറ്റ് ഈസ് ന്യൂ ഓസിലേഷൻ ഓർ ന്യൂ ഒമേഗ ഓസിലേഷൻ. അതിന്റെ ഫണ്ടമെന്റൽ ഇക്വേഷൻ ആണ് 1/2π√k/μ in hertz, where k is force constant, mu is reduced mass. അപ്പൊ ഈ ഇക്വേഷൻ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാവുന്നത് ഒമേഗ ഓസിലേഷൻ is directly proportional to force constant, square root of force constant, and omega oscillation is inversely proportional to reduced mass. Okay, reduced mass. അപ്പൊ നോക്കൂ, ബോണ്ട് ഫോഴ്സ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ബോണ്ട് സ്ട്രെങ്ത്. അതായത് ബോണ്ടിന്റെ ഒന്നെങ്കിൽ ബോണ്ടിന്റെ എണ്ണം കൂടുന്ന സ്ട്രെങ്ത് കൂടുക, അല്ലാതെ അതിന്റെ പൊളാരിറ്റി ഒക്കെ കൂടുന്ന സമയത്ത് ബോണ്ട് സ്ട്രെങ്ത് കൂടും. അപ്പൊ ട്രിപ്പിൾ ബോണ്ടിന് സ്ട്രെങ്ത് കൂടുതലാണ്, പിന്നെ ഡബിൾ ബോണ്ട്, പിന്നെ സിംഗിൾ ബോണ്ട്. അപ്പൊ ബോണ്ട് സ്ട്രെങ്ത് ഏറ്റവും കൂടുതൽ ട്രിപ്പിൾ ബോണ്ടിനാണ്. അതായത് അതിന്റെ ആണ് എന്ത് ഒമേഗ ഓസിലേഷൻ കൂടുതൽ, പിന്നെ ഒമേഗ ഓസിലേഷൻ ഡബിൾ ബോണ്ടിന് വരും, പിന്നെ സിംഗിൾ ബോണ്ടിന് വരും. റെഡ്യൂസ്ഡ് മാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം M1 M2 divided by M1 plus M2 ആണ്. ബേസിക്കലി മാസ് കൂടുന്നതിന് ഒമേഗ ഓസിലേഷൻ കുറയും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എക്സാമ്പിൾ രണ്ട് ബോണ്ട് കൊടുത്തിട്ടുണ്ട്, CH ബോണ്ട് അതുപോലെ തന്നെ CC ബോണ്ട്. ഓക്കെ, CH ബോണ്ടിൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു H എലമെന്റ് ആണ്, മറ്റടുത്ത് കറസ്പോണ്ടിങ് ആയിട്ട് കാർബൺ ആണ്. അപ്പം റെഡ്യൂസ്ഡ് മാസ് കൂടുതലുള്ള എവിടെയാണ്? CC ബോണ്ടിലാണ്. അപ്പൊ അതിനാണ് ഒമേഗ ഓസിലേഷൻ അല്ലെങ്കിൽ വൈബ്രേഷൻ ഫ്രീക്വൻസി കുറവുണ്ടാവുക. ഓക്കെ, പിന്നെ നമ്മൾ IR സ്പെക്ട്രം നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ സ്പെക്ട്രൽ വാല്യൂ അല്ലെങ്കിൽ വൈബ്രേഷൻ ഫ്രീക്വൻസി വരുന്നത് ഏകദേശം സ്പെക്ട്രം എങ്ങനെയാണ് ഉണ്ടാവുക? ഓക്കെ, ആ സ്പെക്ട്രം 4000 സെന്റിമീറ്റർ ഇൻവേഴ്സ് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 400 സെന്റിമീറ്റർ ഇൻവേഴ്സ് വരെ വരും. നമ്മൾ സ്പെക്ട്രം എടുക്കുന്ന സമയത്ത് അതിൽ ഒരുപാട് ഇങ്ങനത്തെ പീക്കുകൾ ഉണ്ടാവും. ഓക്കെ, ഇങ്ങനത്തെ പീക്കുകൾ, ഇങ്ങനെ ഒരുപാട് മല പോലെയുള്ള പീക്കുകൾ കാണാം. ഓക്കെ, ഇതിൽ ഓരോ പീക്കും ഓരോ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ വൈബ്രേഷണൽ ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പീക്കുകളായിരിക്കും ഉണ്ടാവുക. ഏകദേശം 4000 3500 to 3000 റേഞ്ചിൽ ഇവിടെ വരുന്ന ഇത് ഏകദേശം OH ന്റെയും NH ന്റെയും ഫ്രീക്വൻസിക്കുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള പീക്ക് ആയിരിക്കും. ഓക്കെ, കറസ്പോണ്ടിങ് ആയിട്ടുള്ള പീക്ക് ആയിരിക്കും. ഏകദേശം ഒരു 1730 വരുന്ന പീക്ക് ഏകദേശം കാർബണിൻ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ആയിരിക്കും. നമ്മൾ അത്ര ഡീപ്പായിട്ട് നിങ്ങൾ അത് PGക്ക് പഠിക്കും, ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ. നമുക്ക് ഇതിൽ ചെറിയ ചോദ്യങ്ങൾ വരും. അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് IR സ്പെക്ട്രോസ്കോപ്പി തന്നെ ഇതുപോലെ ഒരു പീക്കാണ് ഉണ്ടാവുക. ഇവിടെ പെർസെന്റേജ് ഓഫ് ട്രാൻസ്മിറ്റൻസ് ആണ് ഉണ്ടാവുക. ഇവിടെ Y ആക്സിസിൽ പെർസെന്റ് ഓഫ് ട്രാൻസ്മിറ്റൻസും X ആക്സിസിൽ വേവ് നമ്പറും ആണ് ഉണ്ടാവുക. റേഞ്ച് ഫ്രം 4000 to 400. അപ്പൊ ഇതിന്റെ ബേസിക് ഫണ്ടമെന്റൽ ആയിട്ടുള്ള സംഭവം ഈ ഇക്വേഷൻ ആണ്. ആ ഇക്വേഷൻ ഏകദേശം വെച്ചിട്ട് നമുക്ക് ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഈ സ്പെക്ട്രത്തിൽ എവിടെ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പീക്ക് വരും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. രണ്ട് കാര്യമാണ്, ഒന്ന് ഫോഴ്സ് കോൺസ്റ്റന്റ്, മറ്റത് റെഡ്യൂസ്ഡ് മാസും. ഇതല്ലാത്ത മറ്റുള്ള ഫാക്ടറുകൾ വേറെ കുറെ ഉണ്ട്, നമുക്ക് അതെല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്യാം. റെഡി, ഇതാണ് ബേസിക് ആയിട്ടുള്ള സംഭവം. ഓക്കെ, ഓരോന്നായി നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഓൺ വൈബ്രേഷണൽ ഫ്രീക്വൻസി. Affecting on vibrational frequency, new oscillation. Okay, vibrational frequency. Appo basic equation namukari new oscillation or omega oscillation is equal to 1/2π
റൂട്ട് കെ ബൈ മ്യൂ ഹെഡ്സ്. അത് നമ്മൾ ഒമേഗ സെന്റിമീറ്റർ ഇൻവേഴ്സ് പറയുന്ന സമയത്ത് എന്താണ് 1/2πc റൂട്ട് കെ ബൈ മ്യൂ സെന്റിമീറ്റർ ഇൻവേഴ്സ് എന്നാണ് നമ്മൾ അത് എഴുതാറ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ഫാക്ടർ നമ്മൾ പറയുന്നത് എന്താണ്? ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഈസ് ഫോഴ്സ് കോൺസ്റ്റന്റ്. Okay, that is we know that omega oscillation is proportional to root k. That is they are directly proportional. That is k increases, new oscillation also increases. Okay, ഒന്നാമത്തെ കാര്യമാണ് ഫോഴ്സ് കോൺസ്റ്റന്റ്. ഇക്വേഷൻ അനുസരിച്ച് ന്യൂ ഓസിലേഷൻ is directly proportional to root k ആണ്. That is force constant increases, new also increases. അതിന് എക്സാമ്പിൾ ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. C ട്രിപ്പിൾ ബോണ്ട് C ഉണ്ട് നമുക്ക്, അതുപോലെ തന്നെ C ഡബിൾ ബോണ്ട് C ഉണ്ട്, അതുപോലെ തന്നെ C സിംഗിൾ ബോണ്ട് C ഉണ്ട്. നോക്കൂ, ഇത് ക്ലിയർലി നമുക്കറിയാം ബോണ്ട് സ്ട്രെങ്ത് കൂടുതലുള്ള C ട്രിപ്പിൾ ബോണ്ട് C ആണ്. അപ്പൊ അതിനാണ് ഏറ്റവും കൂടുതൽ ഒമേഗ ഓസിലേഷൻ. പിന്നെ ഡബിൾ ബോണ്ട്, പിന്നെ സിംഗിൾ ബോണ്ട്. അതിന്റെ വാല്യൂ നോക്കൂ, അപ്പം തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇത് ഏകദേശം വരുന്നത് 2150 സെന്റിമീറ്റർ ഇൻവേഴ്സിലാണ് ഈ C ട്രിപ്പിൾ ബോണ്ട് C വരുന്നത്. അതായത് സ്പെക്ട്രത്തില് C ട്രിപ്പിൾ ബോണ്ട് Cന്റെ പീക്ക് എവിടെയാണ് വരുന്നത്? 2150 സെന്റിമീറ്റർ ഇൻവേഴ്സിലാണ് അതിന്റെ അബ്സോർപ്ഷൻ വരുന്നത്. ഇതിന് ഒരു ഫിംഗർ പ്രിന്റ് ഉണ്ട്. നിങ്ങൾക്ക് സ്പെക്ട്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇയാൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പീക്ക് എവിടെയാണ് കാണുക? 2150 അയാൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് പീക്ക് കാണാം. ഇതിന് 1650 ഓൾമോസ്റ്റ് കേട്ടോ. ഇയാൾക്ക് ഏകദേശം 1100 അല്ലെ 1200. ഓക്കെ, 1200 സെന്റിമീറ്റർ ഇൻവേഴ്സ്. നോക്കൂ, അപ്പോ ഇത് അതിനുള്ള ഇല്ലുസ്ട്രേഷൻ ആണ്. ഫോഴ്സ് കോൺസ്റ്റന്റ് കൂടുന്ന സമയത്ത് ഫ്രീക്വൻസി കൂടും. ഡബിൾ ബോണ്ടിനാണ് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി വരുന്നത്, പിന്നെ ഡബിൾ ബോണ്ട്, പിന്നെ സിംഗിൾ ബോണ്ട്. അത് ലോജിക് എപ്പോഴും ഓർത്തിരിക്കുക. അപ്പൊ ഒന്നാമത്തെ ഫാക്ടർ ഇതാണ്. ഓക്കെ, രണ്ടാമത്തെ ഫാക്ടർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റെഡ്യൂസ്ഡ് മാസ് ആണ്. ദാറ്റ് ഈസ് മ്യൂ അല്ലെ? ഇക്വേഷൻ അനുസരിച്ച് എന്താണ്? വൈബ്രേഷണൽ ഫ്രീക്വൻസി, ഓസിലേഷണൽ ഫ്രീക്വൻസീസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് മ്യൂ ആണ്. ദാറ്റ് ഈസ് reduced mass increases, vibrational frequency decreases. Reduced mass increases, vibrational frequency decreases. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും CH ബോണ്ട്, അതുപോലെ തന്നെ CC ബോണ്ട്, അതുപോലെ തന്നെ CO ബോണ്ട്, പിന്നെ അതുപോലെ തന്നെ CCl ബോണ്ട്. ഓക്കെ, ഇതിൽ നമുക്കറിയാം എല്ലാത്തിലും കാർബൺ ഫിക്സ്ഡ് ആണ്. ഒരു കാർബൺ എല്ലാത്തിലും ഫിക്സ്ഡ് ആണ്. മറ്റേടുത്ത് ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, ക്ലോറിൻ. നമുക്കറിയാം അങ്ങോട്ട് പോകും തോറും എന്ത് കൂടിയാണ്? മാസ് കൂടുക. റൈറ്റ്? അപ്പൊ മാസ് കൂടുന്ന നേരം ഫ്രീക്വൻസി എന്താവും? കുറയും. മാസ് കൂടുന്ന സമയത്ത് ഫ്രീക്വൻസി കുറയും. അപ്പൊ ഫ്രീക്വൻസി ഇവിടെ ഏറ്റവും കൂടുതൽ വൈബ്രേഷൻ ഫ്രീക്വൻസി CH ബോണ്ടിനാണ്, പിന്നെ CC ബോണ്ടിനാണ്, പിന്നെ CO ബോണ്ടിനാണ്, ഫൈനലി CCl ബോണ്ടിനാണ്. അപ്പൊ ഇതിന്റെ വാല്യൂ ഏകദേശം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇത് ഏകദേശം 3000 സെന്റിമീറ്റർ ഇൻവേഴ്സിലാണ് CH വരുന്നത്. CC ബോണ്ട് വരുന്ന നേരത്തെ പറഞ്ഞ പോലെ 1200 ഓൾമോസ്റ്റ് ആണ് 1200 സെന്റിമീറ്റർ ഇൻവേഴ്സ് അപ്രോക്സിമേറ്റ് ആയിട്ട്. CO വരുന്നത് 1100 സെന്റിമീറ്റർ ഇൻവേഴ്സ് ഓൾമോസ്റ്റ് ആ റേഞ്ചിൽ. CCl വരുന്നത് ഏകദേശം ഒരു 750 സെന്റിമീറ്റർ ഇൻവേഴ്സ്. അപ്പൊ ക്ലിയർലി നമുക്ക് മനസ്സിലാവും. നിങ്ങൾ വാല്യൂ ഒന്നും ഓർത്ത് വെക്കണ്ട, ബട്ട് ട്രെൻഡ് നിങ്ങൾക്ക് അറിയണം. അത് ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് വാല്യൂ പറഞ്ഞത്. ഓക്കെ, അതായത് റെഡ്യൂസ്ഡ് മാസ് കൂടുന്നേരം വൈബ്രേഷണൽ ഫ്രീക്വൻസി. ഇത് ഓർഡറിൽ എഴുതാൻ എക്സാമിന് ചോദിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ വൈബ്രേഷണൽ ഫ്രീക്വൻസി കൂടുന്ന ഓർഡറിലോ കുറയുന്ന ഓർഡറിലോ എഴുതാൻ പറയും. ഓക്കെ, റെഡ്യൂസ്ഡ് മാസ് ആണ് ഇവിടെ ഫാക്ട്. ഓക്കെ, എല്ലായിടത്തും കാർബൺ കോമൺ, പിന്നെ ഹൈഡ്രജൻ ഏറ്റവും ലൈറ്റ് ആണ്. അപ്പൊ അതിന് വൈബ്രേഷൻ ഫ്രീക്വൻസി ഏറ്റവും കൂടുതലായിരിക്കും. അതായത്
ഫ്രീക്വൻസി ഏറ്റവും കൂടുതലായിരിക്കും. പിന്നെ കാർബൺ, പിന്നെ ഓക്സിജൻ വരുന്നത്, ക്ലോറിൻ വരുന്നത്. ഓക്കെ, റെഡി. റെഡി. ഇതാണ് രണ്ട് ഫാക്ടർ, നമ്മൾ ഇക്വേഷൻ വെച്ചിട്ടുള്ള രണ്ട് ഫാക്ടർ. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ഫാക്ടർ വരുന്നത് hybridization. Hybridization. അതായത് ഹൈബ്രിഡൈസേഷൻ നമുക്കറിയാം sp2 sp3 അങ്ങനെയാണ് ഹൈബ്രിഡൈസേഷൻ വരുന്നത്. That is s character increases vibrational frequency also increases. S character increases vibration frequency also increases. അതായത് sp ക്കാണ് ഏറ്റവും കൂടുതൽ ക്യാരക്ടർ ഉള്ളത്, പിന്നെ sp2, പിന്നെയാണ് sp3 വരുന്നത്. അതായത് s character increase ചെയ്യുന്ന സമയത്ത് vibration frequency increase. ഇപ്പൊ ഫോർ എക്സാമ്പിൾ C ട്രിപ്പിൾ ബോണ്ട് CH, ഞാൻ ഈ ടെർമിനൽ CH ന്റെ വൈബ്രേഷൻ ആണ് പറയുന്നത്. ഈ ടെർമിനൽ CH ബോണ്ടിന്റെ വൈബ്രേഷൻ ആണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ C ഡബിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് C. ഓക്കെ, ഇവിടെ ടെർമിനൽ CH ബോണ്ട്, ഇവിടെയും ടെർമിനൽ CH ബോണ്ട് ഉണ്ട്. നമുക്കറിയാം ഇത് sp ഹൈബ്രിഡൈസ്ഡ് ആണ്, ഇത് sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്, ഇത് sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. സോ ഇതിൽ ഏത് CH ബോണ്ടിനാണ് വൈബ്രേഷണൽ ഫ്രീക്വൻസി കൂടുതൽ ഉണ്ടാവുക? sp ഹൈബ്രിഡൈസ്ഡ് CH ബോണ്ടിനാണോ, sp2 ഹൈബ്രിഡൈസ്ഡ് CH ബോണ്ടിനാണോ, sp3 ഹൈബ്രിഡൈസ്ഡ് CH ബോണ്ടിനാണോ? അപ്പൊ നമുക്കറിയാം s character increases, vibrational frequency also increases. അപ്പൊ ക്ലിയർലി ഇതിന്റെ ഓർഡർ ഏറ്റവും കൂടുതൽ ഇയാൾക്കാണ്, പിന്നെ ഇയാൾക്കാണ്. ഇതിന്റെ വാല്യൂ ഏകദേശം ഇതിന് വരുന്നത് 3300 ആണ് ഇയാൾക്ക് വരുന്നത്. 3300 സെന്റിമീറ്റർ ആണ് ആൽക്കൈന്റെ ടെർമിനൽ CH ബോണ്ടിന് വരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 3300 ആണ് ആൽക്കൈന്റെ CH ബോണ്ടിന്, ടെർമിനൽ CH ബോണ്ടിന് വരുന്നത്. ഓക്കെ, ആൽക്കീന്റെ CH ബോണ്ടിന് വരുന്ന ഏകദേശം 3100 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ് ഏകദേശം വരുന്നത്. 3100 സെന്റിമീറ്റർ ആൽക്കൈന്റെ ഏകദേശം വരുന്നത് 2900 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. അത് ആ വാല്യൂ, ആ ട്രെൻഡ് അറിയാൻ വേണ്ടി ജസ്റ്റ് വാല്യൂ പറഞ്ഞു. റെഡി. ഇതാണ് ഹൈബ്രിഡൈസേഷൻ. എസ് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യുന്നേരം സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യും. അടുത്ത കാര്യം, നാലാമത്തെ കാര്യം കോൺജുഗേഷൻ ആണ്, ഓർ ഡീലോക്കലൈസേഷൻ ആണ്. കോൺജുഗേഷൻ എന്താണ്? കോൺജുഗേഷൻ വന്നാൽ സംഭവിക്കും ക്ലിയർലി. കോൺജുഗേഷൻ വന്നു കഴിഞ്ഞാൽ കോൺജുഗേഷൻ ലീഡ്സ് ടു conjugation increases omega oscillation or oscillational frequency decreases. അതായത് കോൺജുഗേഷൻ ഉണ്ടാവുന്ന സിറ്റുവേഷനിൽ ഒമേഗ ഓസിലേഷൻ, അതായത് വൈബ്രേഷണൽ ഫ്രീക്വൻസി കുറയും. അതിനൊരു എക്സാമ്പിൾ, കീറ്റോൺ കാർബണിൽ ഫങ്ഷണൽ ഗ്രൂപ്പിന് ഒരു ഒമേഗ ഓസിലേഷൻ ഉണ്ടാവും. ആ ഒമേഗ ഓസിലേഷൻ ഏകദേശം വരുന്നത് 1710 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. 1715 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. ഞാനൊരു വേറൊരു കോമ്പൗണ്ട്, ഇതുപോലുള്ള വേറൊരു കോമ്പൗണ്ട്, അതിന്റെ പ്രത്യേകത അതിന് കോൺജുഗേഷൻ ഉണ്ട്, ആൽഫ ബീറ്റ അൺസാച്ചുറേഷൻ ഉണ്ട്. ഓക്കെ, ആൽഫ ബീറ്റ അൺസാച്ചുറേഷൻ ഉണ്ട്. ഇതിന് കോൺജുഗേറ്റഡ് സിസ്റ്റം ആണ്. അതായത് സംഭവം എന്താണ് കോൺജുഗേറ്റഡ് സിസ്റ്റം എന്ന് പറയാൻ കാരണം, ഇവിടെ ഡീലോക്കലൈസേഷൻ പോസിബിൾ ആണ്. ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, അപ്പൊ ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ യു വിൽ ഗെറ്റ് അനദർ കാനോണിക്കൽ ഫോം, ഇങ്ങനെ കിട്ടും. ഓക്കെ, ബേസിക്കലി എന്താ സംഭവിച്ചത്?
ഈ കീറ്റോ ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ ഡബിൾ ബോണ്ട് അവിടെ ഇല്ലാതായി പോയതല്ലേ ഈ കോൺജുഗേഷന്റെ ഫലമായിട്ടുള്ളത്. ഇവിടെ കീറ്റോ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആ ഡബിൾ ബോണ്ട് അവിടെ ലോക്കലൈസ്ഡ് ആണ്, ബട്ട് ഈ ഡബിൾ ബോണ്ട് ഇവിടെ ഡീലോക്കലൈസ്ഡ് ആണ്. അതുകൊണ്ട് ഇതിന് അവിടെ എന്താണ് വൈബ്രേഷൻ ഫ്രീക്വൻസി കുറയും, കാരണം ഇതിന്റെ സ്ട്രെങ്ത് കുറയാണ്. ഡബിൾ ബോണ്ടിൽ നിന്ന് സിംഗിൾ ബോണ്ട് ക്യാരക്ടറിലോട്ട് പോവാണ്. അപ്പൊ 1715 എന്നുള്ളത് ഏകദേശം 1675 ടു 1680 റേഞ്ചിലോട്ട് മാറും. അതായത് വൈബ്രേഷൻ ഫ്രീക്വൻസി അവിടെ കുറയും. അപ്പൊ ഇവിടെ വൈബ്രേഷൻ ഫ്രീക്വൻസി കൂടുതൽ നോൺ കോൺജുഗേറ്റഡ് സിസ്റ്റത്തിനാണ്. നോൺ കോൺജുഗേറ്റഡ് സിസ്റ്റത്തിനാണ് ഏതിനെക്കാട്ടിലും കൂടുതൽ, കോൺജുഗേറ്റഡ് സിസ്റ്റത്തെക്കാട്ടിലും കൂടുതൽ ഉണ്ടാവുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഈ കോൺജുഗേഷൻ വരുന്ന സമയത്ത് എന്തുകൊണ്ട് അത് കുറയുന്നു, അതിന്റെ കാര്യം ഇതാണ്. നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത് ഈ CO ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ കാര്യമാണ്. അത് ഡബിൾ ബോണ്ടഡ് സിസ്റ്റം ആണ്. ബട്ട് കോൺജുഗേഷൻ വന്ന സമയത്ത് എന്ത് സംഭവിച്ചു, അതിന്റെ ആ ഡബിൾ ബോണ്ട് അവിടെ ഇല്ലാതെ സിംഗിൾ ബോണ്ട് ക്യാരക്ടറിലോട്ട് പോയി. റൈറ്റ് ഓക്കെ, അതാണ് കോൺജുഗേഷൻ വരുന്ന സമയത്ത് വൈബ്രേഷണൽ ഫ്രീക്വൻസി കുറയാനുള്ള ഒരു റീസൺ. ഓക്കെ, ഇനി അടുത്ത ഫാക്ടർ ആണ് ആൽഫ സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ആൽഫ സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ കാർബണിൽ കോമ്പൗണ്ട്. അതായത് കൺസെപ്റ്റ് ഇതാണ്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ വൈബ്രേഷണൽ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യും. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ വൈബ്രേഷൻ ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ വൈബ്രേഷണൽ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യും. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ വൈബ്രേഷണൽ ഫ്രീക്വൻസി, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വൈബ്രേഷൻ ഫ്രീക്വൻസി കൂട്ടും, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വൈബ്രേഷൻ ഫ്രീക്വൻസി കുറയ്ക്കും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ സി ഡബിൾ ബോണ്ട് Cl ഇങ്ങനെ വന്നു ഒന്ന്, അതുപോലെ സി ഡബിൾ ബോണ്ട് NH2 വന്നു. ഇതിൽ നമുക്കറിയാം ക്ലോറിന് ഇത് ആൽഫ പൊസിഷൻ ആണ്. ഓക്കെ, ഇത് ആൽഫ പൊസിഷൻ ആണ്. ഇവിടെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണ്. ഇത് ആൽഫ പൊസിഷൻ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണ്. അപ്പൊ ഇതിന്റെ വൈബ്രേഷൻ ഫ്രീക്വൻസി ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വരുന്നതിനാണ് കൂടുതൽ ഉണ്ടാവുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇവിടുന്ന് ഇലക്ട്രോൺ വിഡ്രോ ചെയ്ത് ഇവിടെ ഈ ബോണ്ടിനെ സ്ട്രെങ്ത് ആക്കും. ഇയാൾ ബട്ട് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്ത് ഈ ബോണ്ടിനെ വീക്ക് ആക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വരുന്ന സമയത്ത് വൈബ്രേഷൻ ഫ്രീക്വൻസി കൂടാൻ വേണം. ഓക്കെ, നമുക്ക് ഇതിന്റെ ഒരു സബായിട്ട് നമുക്ക് കാർബണിൽ ഫങ്ഷണൽ ഗ്രൂപ്പുകളുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസിന്റെ ഓർഡർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കാർബണിൽ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ വൈബ്രേഷണൽ ഫ്രീക്വൻസിന്റെ ഓർഡർ എങ്ങനെ വരികയെന്ന് നോക്കാം. ഓക്കെ, റെഡി? ഇതാണ് ഇത് ഓരോ കൺസെപ്റ്റ് ഞാൻ ഇങ്ങനെ പറയാണ്, അതിന് ഇല്ലുസ്ട്രേറ്റീവ് ആയിട്ട് എക്സാമ്പിളും പറയാണ്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ തറവായിട്ട് പഠിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പൊ അതിന്റെ അപ്ലിക്കേഷൻ ആയിട്ടുള്ള വൈബ്രേഷൻ ഫ്രീക്വൻസി ഓഫ് കാർബണിൽ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഇതൊരു ഫാക്ടർ അല്ല, അതിന്റെ സബ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ,
ആൽഫ സബ്സ്റ്റിറ്റ്യൂഷന്റെ സബായിട്ട് വരുന്നതാണ് വൈബ്രേഷൻ ഫ്രീക്വൻസി ഓഫ് കാർബണിൽ കോമ്പൗണ്ട്സ്. നമുക്ക് കാർബണിൽ കോമ്പൗണ്ട്സ് എൻഹൈഡ്രേറ്റ് ഉണ്ട്. ഓക്കെ, എൻഹൈഡ്രേറ്റ് ഉണ്ട്. എൻഹൈഡ്രേറ്റ് എങ്ങനെയാ വരുന്നത്? സി ഡബിൾ ബോണ്ട് ഓ, സി ഡബിൾ ബോണ്ട് ഓ, ദിസ് ഈസ് എൻഹൈഡ്രേറ്റ്. പിന്നെ ആസിഡ് ക്ലോറൈഡ് സി ഡബിൾ ബോണ്ട് സി എൽ. ഓക്കെ, ആസിഡ് ക്ലോറൈഡ്. പിന്നെ എസ്റ്റർ വരും സി ഡബിൾ ബോണ്ട് ഒ ആർ ഡാഷ്. പിന്നെ ആൽഡിഹൈഡ് സി ഡബിൾ ബോണ്ട് എച്ച് വരും. പിന്നെ കീറ്റോൺ വരും സി ഡബിൾ ബോണ്ട് സി. പിന്നെ ആസിഡ് വരും OH. പിന്നെ അമൈഡ് വരും NH2. ഇങ്ങനെ ഒരുപാട് കാർബണിൽ ഫങ്ഷൻ ഗ്രൂപ്പിന് ഒരുപാട് ഫങ്ഷൻ ഗ്രൂപ്പ് ഉണ്ട്. ഇതിന്റെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഏകദേശം വരുന്നത് 1810 or 800 സെന്റിമീറ്റർ ഇൻവേഴ്സ്. ആസിഡ് ക്ലോറൈഡിന് 1800 സെന്റിമീറ്റർ ഇൻവേഴ്സ്. എസ്റ്റർ 1735 സെന്റിമീറ്റർ ഇൻവേഴ്സ്. ആൽഡിഹൈഡ് 1725, കീറ്റോൺ 1715, ആസിഡ് 1710, അമൈഡ് 1690. നോക്കൂ, ഇങ്ങോട്ട് പോകുന്തോറും സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കുറയാണ്. അപ്പൊ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഏറ്റവും കൂടുതലുള്ളത് എൻഹൈഡ്രേറ്റ് ആണ്, പിന്നെ ആസിഡ് ക്ലോറൈഡ് ആണ്, പിന്നെ എസ്റ്റർ ആണ്, പിന്നെ ആൽഡിഹൈഡ് ആണ്, പിന്നെ കീറ്റോൺ ആണ്, പിന്നെ കാർബോക്സിലിക് ആസിഡ്. ഏറ്റവും കുറവ് ആർക്കാണോ? അമൈഡിനാണ്. നോക്കൂ, എന്തുകൊണ്ടാണ്? ഈ ആസിഡ് ക്ലോറൈഡ് എടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ് വരുന്നത്. ഓക്കെ, ഇയാള് എന്ത് ചെയ്യും? ഇതിൽ നിന്ന് ഇലക്ട്രോൺ വിഡ്രോ ചെയ്ത് ഈ ബോണ്ടിനെ സ്ട്രെങ്തൻ ചെയ്യും. ബട്ട് വാട്ട് അബൌട്ട് അമൈഡ്? അമൈഡ് എന്തുവാ ചെയ്യുന്നത്? അമൈഡ് അവിടെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്, മീസോമറിക് എഫക്റ്റ് ആണ് കാണിക്കുന്നത്. അങ്ങനെ അത് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്ത് ആ ഡബിൾ ബോണ്ടിനെ അത് എന്താക്കി മാറ്റുമല്ലോ? സിംഗിൾ ബോണ്ട് ആക്കി മാറ്റും. ഓക്കെ, അപ്പോ ഇതുകൊണ്ടാണ് അമൈഡിന് അവിടെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഏറ്റവും കുറയാൻ കാരണം. ഇത് പരീക്ഷ പല തവണ ഇതിന്റെ ഓർഡർ ചോദിച്ചിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും കാർബണിൽ കോമ്പൗണ്ടുകളുടെ CO സ്ട്രെച്ചിങ് ഫ്രീക്വൻസി, ദിസ് ഈസ് ദ CO സ്ട്രെച്ചിങ്. ന്യൂ CO ആണ് നമ്മൾ ഇവിടെ പറയുന്നത്. കാർബണിൽ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ വൈബ്രേഷണൽ ഫ്രീക്വൻസി ആണ്. അതായത് ഈ ഓരോ ബോണ്ടിനും അതിൻ്റെതായ, അപ്പൊ ഇത് ഇവിടെ എഫക്റ്റ് വരുന്നത് അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഈ അതായത് ആൽഫ പൊസിഷൻ അല്ല ഇക്സോ പൊസിഷനിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ. ആ കാർബണിലുള്ള സബ്സ്റ്റിറ്റ്യൂഷന്റെ ബേസിസിലാണ് ഇത് വരുന്നത്. ഏറ്റവും കൂടുതൽ എൻഹൈഡ്രേറ്റ്, പിന്നെ ആസിഡ് ക്ലോറൈഡ്, പിന്നെ എസ്റ്റർ കഴിഞ്ഞാൽ ആൽഡിഹൈഡ്, കീറ്റോണ്, പിന്നെ കാർബോക്സിലിക് ആസിഡ്, ഫൈനലി അമൈഡ്. ദിസ് ഈസ് ദ ഓർഡർ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഓർഡർ പഠിച്ചിരിക്കണം. ഓക്കെ, ഇത് പരീക്ഷയ്ക്ക് ഈ സ്ട്രെച്ചിങ് ഫ്രീക്വൻസിന്റെ ഓർഡർ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഓർത്തിരിക്കാൻ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? എൻഹൈഡ്രേറ്റിനെ തുടങ്ങുക, പിന്നെ ആസിഡ് ക്ലോറൈഡ്, എസ്റ്റർ കഴിഞ്ഞാൽ ആൽഡിഹൈഡ്, കീറ്റോൺ, പിന്നെ ഫൈനലി കാർബോക്സിലിക് ആസിഡ്, അമൈഡ്. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. വാല്യൂ നിങ്ങൾ ഏകദേശം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. കാരണം ചിലപ്പോൾ മാച്ച് ദ കോളം ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ട്രെൻഡ് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഏറ്റവും കൂടുതൽ എൻഹൈഡ്രേറ്റ്, പിന്നെ ഏറ്റവും കുറവ്. അപ്പൊ ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് എങ്ങനെ ഡിഫറെന്റ്, അപ്പൊ ഇതിന്റെ ഈ ഒരു യൂട്ടിലിറ്റി ചാമ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നിങ്ങൾക്ക് ഒരു കോമ്പൗണ്ട് തന്നു, അത് കാർബണിൽ ഫങ്ഷൻ ഗ്രൂപ്പ് ആണെന്ന് മനസ്സിലായി. അതിൽ ഏത് കോമ്പൗണ്ട് ആണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ IR സ്പെക്ട്രം എടുത്ത് നോക്കിയാൽ മതി. IR സ്പെക്ട്രത്തിൽ സപ്പോസ് നിങ്ങൾക്ക് കാണുന്ന ഇത് ചെറിയ വേരിയേഷൻ ഒക്കെ വരിക. ഇത് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് പറയുന്നത്. ഓക്കെ, അതായത് ഈ വേരിയേഷൻ എങ്ങനെയാ വരുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ഫാക്ടറുകൾ കോൺഫിഗറേഷൻ വന്നു കഴിഞ്ഞാൽ വേരിയേഷൻ വരും. ഓക്കെ, അപ്പൊ ഏകദേശം 1735 ഒരു പീക്ക് നിങ്ങൾ കണ്ടു. 1735 ഇതുപോലെ ഒരു ഇന്റൻസ് പീക്ക് ഇങ്ങനെ കണ്ടു. ഓക്കെ, ഇങ്ങനെ ഒരു ഷാർപ്പ് പീക്ക് കണ്ടു. ദാറ്റ് മീൻസ് അത് CO എസ്റ്റർ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്.
ഇനി അടുത്തൊരു കാര്യം ഹൈഡ്രജൻ ബോണ്ടിങ്. നമ്മളിപ്പോ 4 ഫാക്ടർ പറഞ്ഞു. അഞ്ചാമത്തെ ഫാക്ടർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഹൈഡ്രജൻ ബോണ്ടിങ് വന്നു കഴിഞ്ഞാൽ ന്യൂ ഫ്രീക്വൻസി കുറയും. ഹൈഡ്രജൻ ബോണ്ടിങ് വന്നു കഴിഞ്ഞാൽ വൈബ്രേഷണൽ ഫ്രീക്വൻസി കുറയും. ഓക്കെ, വൈബ്രേഷണൽ ഫ്രീക്വൻസി കുറയും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ കോമ്പൗണ്ട്, അതുപോലെ തന്നെ ഓർത്തോ ഹൈഡ്രോക്സി കാർബോക്സിലിക് ആസിഡ് ഉണ്ട്, വെറും ബെൻസോയിക് ആസിഡ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർലി ഇവിടെ അറിയാം ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. അപ്പൊ ആ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളത് കൊണ്ട് അയാൾക്ക് വൈബ്രേഷൻ ഫ്രീക്വൻസി കുറവായിരിക്കും. വൈബ്രേഷൻ ഫ്രീക്വൻസി കൂടുതലുള്ളത് ബെയർ ബെൻസോയിക് ആസിഡ് ആണ്. ഓർത്തോ ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡിന് ബെയർ ബെൻസോയിക് ആസിഡിനെ അപേക്ഷിച്ച് CO സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കുറവായിരിക്കും. അതിന്റെ റീസൺ എന്തുവാ? ഇവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് ഇയാള് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഹൈഡ്രജൻ ബോണ്ടിങ് അത് ഇങ്ങനെ ഉണ്ടാവാം, ഇങ്ങനെ ഉണ്ടാവാം. ഓക്കെ, ഹൈഡ്രജൻ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അത് പറയാൻ കാരണം. ഓക്കെ, അടുത്ത ഫാക്ടർ ആണ് റിംഗ് സ്ട്രെയിൻ. ആറാമത്തെ ഫാക്ടർ ആണ് റിംഗ് സ്ട്രെയിൻ. റിംഗ് സ്ട്രെയിൻ രണ്ട് രീതിയിലാണ്. ഒന്ന് എക്സോസൈക്ലിക് ബോണ്ടിലും എക്സോസൈക്ലിക് ബോണ്ടില്. എക്സോസൈക്ലിക് ബോണ്ട് എന്ന് പറഞ്ഞാല് പുറത്തുള്ള ഡബിൾ ബോണ്ട്. അതായത് ഇവിടുത്തെ കേസിൽ സ്ട്രെയിൻ ഇൻക്രീസസ്, ഫ്രീക്വൻസി ഓൾസോ ഇൻക്രീസസ്. സ്ട്രെയിൻ ഇൻക്രീസസ്, ഫ്രീക്വൻസി ഓൾസോ ഇൻക്രീസസ്. ഫോർ എക്സാമ്പിൾ 6 മെമ്പേർഡ്, 5 മെമ്പേർഡ്, ഇതാണ് എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത്. പിന്നെ 4 മെമ്പേർഡ്, പിന്നെ 3 മെമ്പേർഡ്. ഏറ്റവും സ്ട്രെയിൻ കൂടുതലുള്ള നമുക്കറിയാം 3 മെമ്പേർഡിനാണ്. So ring strain increases, frequency also increases. അപ്പൊ ഇവിടുത്തെ ട്രെൻഡിങ് ആണ്. ഓക്കെ, എൻഡോസൈക്ലിക് ഡബിൾ ബോണ്ട് ഉണ്ട്, അതായത് ഉള്ളിലുള്ള. അതിന്റെ നേരെ റിവേഴ്സ് ആണ്. സ്ട്രെയിൻ ഇൻക്രീസസ്, സ്ട്രെയിൻ ഇൻക്രീസസ്, വൈബ്രേഷൻ ഫ്രീക്വൻസി ഡിക്രീസസ്. അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. സ്ട്രെയിൻ ഇൻക്രീസസ്, ഫ്രീക്വൻസി ഡിക്രീസസ് ആണ്. അപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് 7 മെമ്പേർഡ്, പിന്നെ 6 മെമ്പേർഡ്. ഇത് എൻഡോസൈക്ലിക് എന്ന് പറഞ്ഞാൽ ഉള്ളിലാണ് ഡബിൾ ബോണ്ട് ഉണ്ടാവുക. 4 മെമ്പേർഡ്, 5 മെമ്പേർഡ്, 4 മെമ്പേർഡ്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് സ്ട്രെയിൻ ഇൻക്രീസസ്, ഫ്രീക്വൻസി ഡിക്രീസസ് ആണ്. അപ്പൊ സ്ട്രെയിൻ കൂടുന്തോറും ഫ്രീക്വൻസി കുറയാണ്, അതിന്റെ ഓപ്പോസിറ്റ്. ബട്ട് എക്സെപ്ഷനലി ഇവിടെ 3 മെമ്പേർഡിനാണ് ഏറ്റവും കൂടുതൽ. ഇത് എക്സെപ്ഷണൽ മാത്രമേ, അതിന് മാത്രമേ ഒരു എക്സെപ്ഷനൽ ഉള്ളൂ. 3 മെമ്പേർഡിന് ബാക്കിയൊക്കെ ഓർഡർ ആണ്, റെഡിയാണ്. എക്സോസൈക്ലിക് ആദ്യം ഓർത്തിരിക്കുക. എക്സോസൈക്ലിക് എന്ന് പറഞ്ഞാൽ പുറത്ത് ഡബിൾ ബോണ്ട് ഉള്ള സിസ്റ്റത്തിനെയാണ് എക്സോസൈക്ലിക് എന്ന് പറയുന്നത്. അപ്പോ സ്ട്രെയിൻ ഇൻക്രീസസ്, ഫ്രീക്വൻസി ഓൾസോ ഇൻക്രീസസ്. ഇത് ആൽക്കീന്റെ കേസ് ആണ്. ഞാൻ സപ്പോസ് കീറ്റോൺ തന്നു, ഇതിന് വേറൊരു എക്സാമ്പിൾ ഇങ്ങനെ തന്നു, അതായത് നമുക്കറിയാം എക്സോസൈക്ലിക് ആണ്. സ്ട്രെയിൻ ഇൻക്രീസസ്, സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഓൾസോ ഇൻക്രീസസ്. അത് ഇതിന് മറ്റൊരു എക്സാമ്പിൾ ആണ്. സ്ട്രെയിൻ ഇൻക്രീസസ്, സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഓൾസോ ഇൻക്രീസസ്. അത് എക്സോസൈക്ലിക് ബോണ്ട് ആണ്. ഓക്കെ, ഇത് എൻഡോസൈക്ലിക് ബോണ്ട് ആണ്. എക്സോസൈക്ലിക് സ്ട്രെയിൻ ഇൻക്രീസസ്, സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഓൾസോ ഇൻക്രീസസ്.
but endocyclics, when increases, stretching frequency decreases. Inversely proportional ആണ്. അതിൽ 3 മെമ്പേർഡ് മാത്രമേ ഒരു എക്സെപ്ഷൻ ഉള്ളൂ. അപ്പൊ ഇത്രയും ഫാക്ടർ ആണ് സ്ട്രെച്ചിങ് ഫ്രീക്വൻസിയെ സ്വാധീനിക്കുന്ന ഫാക്ടർ. ഓക്കെ, റെഡി? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പൊ നമ്മൾ IR സ്പെക്ട്രോസ്കോപ്പിന്റെ തിയറി പഠിച്ചു, പിന്നെ അതിന്റെ അപ്ലിക്കേഷൻ, ഓർഗാനിക് കോമ്പൗണ്ടിൽ വരുന്ന അപ്ലിക്കേഷൻ ആണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇത് ഈ പോർഷനിൽ നിന്ന് ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലോ ഡിക്രീസ് ചെയ്യുന്ന ഓർഡറിലോ എഴുതാനാണ് പറയുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്ക്. അപ്പൊ ഇത് ടെർമിനേറ്റ് ചെയ്ത് നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദി ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി. അറേഞ്ച് ദ ഫോളോയിങ് in the increasing order of their stretching frequency. Okay. Option 1 greater than 2 greater than 3. Option B 3 greater than 1 greater than 2. Option C 1 greater than 3 greater than 2. Option D 2 greater than 3 greater than 1. Okay. ഇതിൽ ഏതാണ് ശരി? ആദ്യം നമ്മൾ നോക്കേണ്ടത് തന്നിട്ടുള്ള കോമ്പൗണ്ട് എന്താണ്. ഇത് എസ്റ്റർ ആണ് അല്ലെ, OR അല്ലേ? അത് സൈക്ലിക് എസ്റ്റർ ആണോളൂ, ലാക്ടോൺ ആണ്, റൈറ്റ്? ഇതൊരു ബെയർ എസ്റ്റർ. ഇതിന്റെ പ്രത്യേകത ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് എസ്റ്റർ. ഇത് ആൽഫ ബീറ്റയിൽ ഒന്നും അൺസാച്ചുറേഷൻ ഇല്ല, ബട്ട് ഇതിന്റെ ആൽഫ പൊസിഷനിൽ ഒരു ആൽക്കീൻ ഉണ്ട്. ഓക്കെ, എസ്റ്ററിന്റെ ആൽഫ ഓക്സിജന് നെക്സ്റ്റ് ആയിട്ട് ഒരു ആൽക്കീൻ ഉണ്ട്. അപ്പൊ ഇതിന്റെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി എങ്ങനെയാണ്? അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ട ഫാക്ടർ, 2 ഫാക്ടറുകൾ അവിടെ വരുന്നുണ്ട് അല്ലെ? എന്താണ് ഇവിടെ? കോൺജുഗേഷൻ വരുന്നുണ്ട് അല്ലെ? കോൺജുഗേഷൻ എന്താണ്? കോൺജുഗേഷൻ വരുന്നുണ്ട്. മറ്റത് ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വരുന്നുണ്ട്. ഓക്കെ, ഇത് ബെയർ സിസ്റ്റം. ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് വേണം ഇയാളെ നമ്മൾ പറയാൻ. അതായത് ഇതാണ് നമ്മുടെ റെഫറൻസ്. ഒന്നുമില്ലാത്ത ബെയർ സിസ്റ്റം, സിമ്പിൾ എസ്റ്റർ ആണ്, ബട്ട് ഇതിലൊരു ആൽഫ ബീറ്റ അൺസാച്ചുറേഷൻ വന്നു, ഇതിലോട്ട് ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നു. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിനെ റിലേറ്റ് ചെയ്ത് ഇതിൽ ആർക്ക് കൂടുതൽ വരും, ഇതിൽ ആർക്ക് കുറവ് വരും നോക്കിയാൽ സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം റെഫറൻസ് ആയിട്ട് ഒന്ന് നടുക്ക് വെക്കണം. അപ്പൊ അയാൾക്ക് കൂടുതലായി അയാൾക്ക് കുറവായി എന്നാണ് അറിഞ്ഞാൽ മതി. നമുക്കറിയാം ആൽഫ ബീറ്റ അൺസാച്ചുറേഷൻ എന്താ ചെയ്യുന്നത്? സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കുറയ്ക്കുക നമുക്കറിയാം, ഡ്യൂ ടു ദിസ് കോൺജുഗേഷൻ. അപ്പൊ ക്ലിയർലി ഏറ്റവും കുറവ് 2 നമുക്ക് വളരെ എളുപ്പമായിട്ട് പറയാം. അപ്പൊ ഈ തന്നിട്ടുള്ള ഓപ്ഷൻ ഏറ്റവും കുറവ് 2 വരുന്ന ഓപ്ഷൻ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബിയിലും ഓപ്ഷൻ സിയിലും. അപ്പൊ ബാക്കിയുള്ളതൊക്കെ നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, അതിൽ പിന്നെയും കിട്ടി. ഓപ്ഷൻ ബിയിൽ നമ്മൾ ഇവിടെ എഴുതിയ 1 greater than 3 അല്ലെ? അപ്പൊ ഏറ്റവും കൂടുതൽ ആർക്കാണ്? 3-നാണ്. എന്തുകൊണ്ട് ഏറ്റവും കൂടുതൽ 3-ന് വന്നത്? ഇവിടെ ആൽഫ ബീറ്റ അൺസാച്ചുറേഷൻ ഇല്ല, ഇതിനെ അപേക്ഷിച്ച് ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇവിടെ വന്നു. അപ്പൊ അയാൾ സിസ്റ്റത്തിൽ നിന്ന് കുറച്ച് ഇലക്ട്രോൺ, sp ഹൈബ്രിഡൈസ്ഡ് ആയതുകൊണ്ടാണ് ഇലക്ട്രോൺ വിഡ്രോയിങ് ആയത്. അയാൾ സിസ്റ്റത്തിൽ നിന്ന് കുറച്ച് ഇലക്ട്രോൺ അട്രാക്ട് ചെയ്യും. അതുകൊണ്ട് ആ ഒരു എഫക്ട് ഇതാ ഇങ്ങോട്ടേക്കും വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഇതാക്കുന്ന രീതി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇയാൾ ഇങ്ങനെ വരും അല്ലെ? അപ്പൊ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആയതുകൊണ്ട് കുറച്ച് ഇലക്ട്രോൺ ഡെൻസിറ്റി അത് അട്രാക്ട് ചെയ്യും. അതുകൊണ്ട് ഇതിന്റെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കൂടും. അപ്പൊ ഏറ്റവും കൂടുതൽ 3, പിന്നെ 1, പിന്നെ 2. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒരു എക്സാമിന് ചോദിച്ചാണ്, ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, റെഡി? ഇനി അടുത്ത ചോദ്യം, അറേഞ്ച് ദ ഫ്ലോയിങ് arrange the following in the increasing order of their CO stretching frequency.
C double bond OR, C double bond OR, simply C double bond OR. 1, 2, 3. Okay. 3 കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. ഇതിന്റെ CO സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലാണ് എഴുതാൻ പറഞ്ഞത്. അപ്പൊ ആദ്യം നിങ്ങൾ നോക്കേണ്ട തന്നിട്ടുള്ള കോമ്പൗണ്ടുകൾ എന്താണെന്ന്. ക്ലിയർലി ഇതൊരു എസ്റ്റർ ആണ് അല്ലെ, COOR ആണ്, ഇതും COOR ആണ്, എസ്റ്റർ ആണ്. വാട്ട് അബൌട്ട് ദിസ് CO? ദിസ് ഈസ് കീറ്റോൺ അല്ലെ. അപ്പൊ നമുക്കറിയാം ക്ലിയർലി എസ്റ്റർ ആണ് സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കൂടുതൽ വരിക, പിന്നെ കീറ്റോൺ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർലി ഏറ്റവും കുറവ് കീറ്റോൺ എഴുതാം. ഓക്കെ, നോ ഡൗട്ട്, ഏറ്റവും കുറവ് കീറ്റോൺ എഴുതാം. ഇനി നിങ്ങൾ തീരുമാനിക്കേണ്ടത് രണ്ട് തന്നിട്ടുള്ള എസ്റ്ററിൽ ആർക്കാണ് കൂടുതലുള്ളത്. റൈറ്റ്, ഇതിൽ തന്നിട്ടുള്ളതിൽ ആർക്കാണ് കൂടുതലുള്ളത്. അപ്പൊ എങ്ങനെ മനസ്സിലാക്കും? നോക്കൂ, ഈ കോമ്പൗണ്ട് നോക്കൂ. യു ക്യാൻ സീ ആൻ ആൽഫ ബീറ്റ അൺസാച്ചുറേഷൻ ഹിയർ. ഡബിൾ ബോണ്ടിന്റെ നെക്സ്റ്റ് പൊസിഷൻ ഇതാണ് ആൽഫ ബീറ്റ അല്ലെ. ആൽഫ ബീറ്റയില് അൺസാച്ചുറേഷൻ ഉണ്ട്, 1-ല്. 2-ൽ അങ്ങനെ ഉണ്ടോ? ഇല്ല. 2-ൽ കീറ്റോ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഓക്സിജൻ നെക്സ്റ്റ് ആയതുകൊണ്ടാണ്. അപ്പൊ 2 ഇതൊരു എസ്റ്റർ ആണ്. പക്ഷെ ഇത് എങ്ങനെ നിങ്ങൾക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാം? അതാണ് IR സ്പെക്ട്രോസ്കോപ്പിന്റെ ചാന്ന് പറഞ്ഞത്.